ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഞായറാഴ്ചയായിട്ട് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? 10-11 ഞങ്ങൾ ഇറങ്ങി. നമുക്കൊരു മുസ്ലിം കല്യാണം ഉണ്ട്, ബിരിയാണി തട്ടാൻ പോവുകയാണ്. മുസ്ലിംസിന്റെ കല്യാണത്തിന് ബിരിയാണി എന്ന് പറഞ്ഞത് വേറൊരു ലെവലാണ് കേട്ടോ. കുറേ നാളായി നമുക്ക് പോയിട്ട്. അപ്പോൾ ഫൈസിയിലായിരുന്നു കേട്ടോ നമുക്ക് കല്യാണം. ഇടവ ഇന്നാളെ ഈ ഓഡിറ്റോറിയം കാണിച്ചത്. അപ്പോൾ നല്ല വെറൈറ്റി ഇതാണ് കേട്ടോ. കപ്പിൽ വെള്ളമൊക്കെ നമുക്ക് നല്ല രസമാണ് കാണാനായിട്ട്. അപ്പോൾ അന്ന് ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്താണ്. ഞങ്ങൾ ഒരു പഴംപൊരി ഒരു സമൂസയൊക്കെ കഴിച്ചിട്ടുണ്ട്. നല്ല ചൂടുണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെ ചവയ്ക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കയറിയുള്ളൂ. അപ്പം നബീലനൊക്കെ വരുന്നുള്ളേ ഉള്ളൂ. ഞങ്ങൾ മാത്രം നേരത്തെ ഇവിടെ എത്തി കേട്ടോ. അവരെ ഫ്രണ്ട്സും ചേട്ടൻ്റെ കുറച്ച് അടുത്ത് അറിയാവുന്ന ഈ 10-11 വർഷം കൂടെ അറിയാവുന്ന കുറച്ച് ഫ്രണ്ട്സാണ് കേട്ടോ അവരൊക്കെ. അപ്പം അവിടെ എല്ലാവരുടെയും ഈ ചേട്ടൻ്റെ വീട്ടിൽ ഞാൻ കുറേ പ്രാവശ്യം പോയിട്ടൊക്കെ ഉണ്ട്. ഉമ്മയായിട്ടൊക്കെ നല്ലതാണ്. ഇതാണ് ഇവരുടെ കൂട്ടുകാരൻ ഷാഹിദിൻ്റെ 2 അനിയന്മാരിൽ ഒരു അനിയൻ്റെ കല്യാണമാണ് കേട്ടോ ഇന്ന്. അപ്പം ഫാമിലിയായിട്ട് ഇച്ചിരി അറ്റാച്ച്മെൻറ്റ് ഉള്ളതുകൊണ്ടാണ് ഞാനും പിന്നെ പോയത്. ബാക്കിയുള്ള ഈ പോകുന്നതാണ് ഉമ്മ കേട്ടോ. അപ്പം ബാക്കിയുള്ള എല്ലാവരുടെയും ലേഡീസൊന്നും വന്നിട്ടില്ല, വൈഫുകളൊന്നും വന്നിട്ടില്ലായിരുന്നു. മക്കൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഞാൻ പിന്നെ ഒരു ഇച്ചിരി അറ്റാച്ച്മെൻറ്റ് ഉള്ളതുകൊണ്ട് ഞാൻ പോയതാണ് കേട്ടോ. പിന്നെ ബിരിയാണി തട്ടുക എന്നൊരു ഉദ്ദേശം കൂടെ എനിക്ക് ഉണ്ടായിരുന്നു. കുറേ നാളായല്ലോ ഇത് കഴിച്ചിട്ട്. അപ്പോൾ ആ പെങ്കൊച്ച് പോവുകയാണ് കേട്ടോ. അപ്പം അവിടെ അടുത്തോട്ട് പോയൊന്ന് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. ഞാൻ ഇവിടെ സൂം ചെയ്തപ്പോൾ സൈഡിൽ TV ഒക്കെ വെച്ചിട്ടുണ്ട്. അതൊക്കെ വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്താണ് കേട്ടോ. അപ്പം അമലിൻ്റെ കല്യാണമാണ്. അപ്പോൾ അവരെ എല്ലാവരും ചടങ്ങിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ആ പെങ്കൊച്ച് വരുമ്പോഴത്തേക്ക് അവനാണ് പോയി വിളിച്ചിട്ട് വന്നിട്ട് അവളുടെ മുഖത്തിലൂടെ നെറ്റൊക്കെ പൊക്കി കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ ഒരു സംഭവം നേരത്തെ എല്ലാവർക്കും ഉണ്ടോന്ന് അറിയത്തില്ല. ഞാൻ ഫസ്റ്റ് ടൈം ആയിട്ടാണ് കാണുന്നത്. പക്ഷെ അത് കൊള്ളാൻ കേട്ടോ, നല്ല രസമുണ്ട്. പയ്യൻ പോയി വിളിച്ചിട്ട് വന്നിട്ട് ഇനി വേറെ കുറച്ച് ചടങ്ങൊക്കെ ഉണ്ട്. നമ്മളിവിടെ ഫുഡ് അടിക്കാൻ പോയിട്ടോ. ഫുഡ് അടിക്കാൻ പോകുമ്പോൾ നിന്ന് ഞാൻ അപ്പോൾ അതൊക്കെ നൈസിന് വീഡിയോ എടുത്തിട്ട്. അപ്പോൾ അപ്രത്യക്ഷമായാണ് മനുവണ്ണന് ശ്രീനാഥനെ അവിടെ കണ്ടത് കേട്ടോ. അപ്പോൾ മനുവണ്ണനെ കണ്ടുപിടിച്ചു. വീഡിയോ എടുത്ത് നമ്മൾ വിൽക്കാനുള്ള പരിപാടിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ കളിയൊക്കെ. അപ്പോൾ ഇതാ ആപ്പിളും ധ്യാനൂസും ഒരുമിച്ചാണ് ട്യൂഷൻ പഠിക്കുന്നുള്ള സത്യാവസ്ഥ ഇന്നാണ് നമ്മൾ അറിയുന്നത് കേട്ടോ. ഇവർ തമ്മിൽ കണ്ടെത്താനും കൊള്ളാം. ഷാഹിദിന്റെ മോനും ഇവിടെ ഒരാളും. അപ്പൊ ഫ്രണ്ട്സുകൾ തമ്മിലും അവരെ മക്കൾ തമ്മിലും കൂട്ടുകാരായി കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആ ബിരിയാണി അടിക്കാൻ കയറിയിരിക്കുകയാണ് ഗൈസ്. മുസ്ലിംസിന്റെ ബിരിയാണി അത് വേറൊരു ടേസ്റ്റ് തന്നെയാണ്. അത് പോയി കഴിക്കാത്തവരായിട്ട് ആരും കാണത്തില്ല, ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും കാണത്തില്ല കേട്ടോ. ഇതാണ് മെയിൻ നമ്മൾ പോകുന്നതിന് ഉദ്ദേശം. ഇതാണ് എനിക്ക് കുറേ നാൾക്ക് ശേഷം കിട്ടുന്ന വളരെ സന്തോഷമുണ്ട്. പിന്നെ ഞങ്ങൾ നേരെ ഞാനോട് ഇറങ്ങിയിട്ട് ഐസ്ക്രീമും ഗുലാബ് ജാമൊക്കെ കൊണ്ടിട്ട് അതൊക്കെ തട്ടിയിട്ട് നമ്മൾ രണ്ടുകൂടെ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ബാക്കിയുള്ളവരും ഇറങ്ങിയില്ല. നമ്മൾ നേരത്തെ കഴിച്ചിട്ട് ഇറങ്ങി വന്ന് അത് കഴിച്ചുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞിട്ട് പോകാൻ നേരത്തെ നോക്കിയപ്പോൾ വീണ്ടും ഒരു ഐസ്ക്രീം കഴിക്കാൻ വെച്ചിട്ട് ഫോണുണ്ടായിരുന്നു. ഞാൻ ആ ഫോൺ ഞാൻ ചുമ്മാ ബുക്ക് വെച്ചു. ചാനലുണ്ടല്ലോ നിങ്ങളതിൽ മോണിറ്റൈസ് ആയി, എന്റത് മോണിറ്റൈസ് ആയി, ഫേസ്ബുക്ക് മോണിറ്റൈസേഷൻ ആയി, എല്ലാം മോണിറ്റൈസേഷൻ ആയി. നിങ്ങൾക്ക് ഒന്നല്ല കൂടെ പൈസ കണക്ക് ഇറക്കിക്കൊണ്ട് പോണോ? ചൂട് കഴിച്ച് നമ്മളെ 800 വണ്ടിയുടെ AC ഈ ചൂട് നിൽക്കത്തില്ല. അപ്പോൾ നമ്മൾ തിരിച്ചുമ്പോൾ പാലത്തിന്റെ മേലെ കൂടെ ട്രെയിൻ പോകുന്നുണ്ട്. അത് നല്ല കാഴ്ചയുണ്ടായിരുന്നു. ഞാൻ ജസ്റ്റ് പെട്ടെന്ന് വീഡിയോ എടുത്തപ്പോൾ എനിക്ക് ഇത്രേ കിട്ടിയുള്ളൂ. എന്നാലും ഞാൻ ബാക്ക് ക്യാമറ വെച്ച് തിരിച്ചും കൂടെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കണ്ടോ ട്രെയിൻ പോകുന്നുണ്ടോ. അപ്പോൾ ഇവരെല്ലാവരും ആണെന്ന് നമ്മുടെ കല്യാണത്തോടൊപ്പം കൂടി. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.